പാത്രമെല്ലാം കഴുകി അടുക്കള ഒതുക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 4:30-5 മണിയായി കേട്ടോ. എന്നാൽ പിന്നെ ഇനി കുളിച്ചിട്ടും കൂടെ ചോറ് കഴിക്കാമെന്നും പറഞ്ഞ് മുഖത്ത് ഇതൊക്കെ തേച്ചിട്ട് ഒരു ഇച്ചിരി നേരം ഇരിക്കണം. അങ്ങനെ ഇരുന്നപ്പോൾ സബീന കഞ്ഞി കൊണ്ട് തന്നു. എന്നാൽ പിന്നെ കഞ്ഞിയും കൂടെ കുടിച്ചിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നാലും എനിക്ക് ഉച്ചയ്ക്ക് വന്ന ആ പെട്ടി എന്തുമായിരിക്കും എന്നൊരു ആകാംക്ഷ എനിക്ക് കേട്ടോ. കണ്ണം വന്നിട്ട് പൊട്ടിക്കാമെന്നും പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ട് ഞാനങ്ങ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരു ഫാമിലി അയച്ചു തന്നതാണ്. ഒരു പുറത്താണ് കേട്ടോ. അപ്പം അങ്ങനെ അവർ അയച്ചു തന്നതാണ്. അപ്പോൾ എനിക്കിത് ആകാംക്ഷയായിരുന്നു, എന്തുമായിരിക്കും ഇതിനകത്ത് എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പേപ്പർ മാറ്റി കഴിഞ്ഞപ്പോൾ പരിചയമുള്ളൊരു കവറ്, നല്ല പരിചയമുണ്ടല്ലോ ഈ കവറ്. അങ്ങനെയാണ് ഞാൻ പൊട്ടിച്ചെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എനിക്കും കണ്ണനും ഒന്നും ഉള്ള സാധനങ്ങളല്ല, എൻ്റെ പിള്ളേർക്കുള്ള സാധനമാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇതാണ് സംഭവം. എൻ്റെ സിയാമോക്കും സുബ്രുമോനും ഫുഡാണ് കേട്ടോ. കണ്ട, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതാണ് ഇതിനകത്തെന്നുള്ള കാര്യം കേട്ടോ. ഒരുപാട് സന്തോഷം. ഞാൻ പേര് പറയുന്നില്ല, പേര് പ്രത്യേകം പറയല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഞാൻ സിയാമോളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഫുഡ് എപ്പോൾ ഞാൻ താഴെ എടുത്ത് വെച്ചോ അപ്പോഴത്തൊട്ട് രണ്ടുപേരും കൊണ്ട് ഈ ഫുഡിൻ്റെ ചുറ്റും നിൽക്കുവാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി സുബ്രുമോൻ ഇങ്ങനെ ഹയമ്മ ഹയമ്മ എന്നും പറഞ്ഞിങ്ങനെ കഴിക്കാം. അപ്പം ഇത് തന്നു വിട്ട ഫാമിലിക്കും ഒരുപാട് നന്ദി. എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തല്ലോ, ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ വൈകിട്ട് പിന്നെ കുളിച്ചിട്ട് ഞാൻ പിന്നെ ടീച്ചർ കഞ്ഞി വെച്ചിട്ട് വിളിച്ച്, അങ്ങനെ പിന്നെ ടീച്ചറിൻ്റെ അടുത്ത് പോയി കഞ്ഞി ഇച്ചിരി ചക്ക വേവിച്ചത് കൊണ്ട് അതും കഞ്ഞിയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന്. ടീച്ചറിൻ്റെ കഞ്ഞി അടിപൊളി കഞ്ഞിയാണ് കേട്ടോ. ഈ നോമ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ആദ്യത്തെ കഞ്ഞിയാണ് കേട്ടോ. ടീച്ചറിൻ്റെ കഞ്ഞി ആദ്യമായിട്ടാണ്. മൊത്തം അണ്ടിപ്പരിപ്പാണ് ഇതിനകത്ത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.